നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് രുചിക്കൂട്ടിലെ പൊടിക്കൂട്ട്. ഏതൊരു ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമുക്ക് ആൾക്കാരെ സൽക്കരിക്കാൻ ഇഷ്ടമുള്ളവരാണല്ലേ. അപ്പം നമുക്ക് നല്ല തീൻമേശയിൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാക്കാറില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്ടവിഭവമാണ് മീൻ. അതുകൊണ്ട് തന്നെ ഫിഷ് ഐറ്റംസ് ധാരാളം റെസിപ്പീസ് പലരും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊറോണ സമയമാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, എന്തെങ്കിലും പുതുതായി ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും. ഷെഫ് സുരേഷ് പിള്ള നമ്മുടെ മലയാളികളുടെയൊക്കെ ഇടയിൽ വളരെയധികം ഫേമസ് ആണ്. അദ്ദേഹം ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ് ഫിഷ് നിർവാണ. അത് നമ്മുടെ ദീപ കാനഡയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപയുടെ റെസിപ്പി വളരെ സക്സസ്ഫുൾ ആവുകയും യൂട്യൂബിലൂടെ അത് കണ്ട് ഷെഫിൻ്റെ വക കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ദീപയ്ക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ദീപയാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത് ഫിഷ് നിർവാണ വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിർവാണ എന്ന് പറയുന്നത് ഫിഷ് നല്ല ഇലയിലൊക്കെ പൊള്ളിച്ചെടുക്കുകയും അത് ചട്ടിയിൽ വെച്ച് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഫിഷ് നിർവാണ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനും ഇതെങ്ങനെ ട്രൈ ചെയ്യാനും ഇതെങ്ങനെ ഉണ്ടാക്കാനും ഒക്കെ കാണിച്ചു തരികയാണ് നമുക്ക് ദീപ നമ്മുടെ അടുത്ത സെഗ്മെന്റ്. രുചിക്കൂട്ടിലെ പൊടിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിഷ് നിർവാനയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫ് സുരേഷ് പിള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുക്കിംഗ് അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മളിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാധാരണ ട്രഡീഷണൽ ഫിഷ് കറിയിൽ നിന്ന്, കേരള ട്രഡീഷണൽ ഫിഷ് കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിതിന്. പക്ഷേ എന്നാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡും അല്ല. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കി വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റിനെല്ലാം ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ടാണ് ഞാനിത് ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത്. മാത്രമല്ല, ഈ ഡിഷ് പ്രിപ്പയർ ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തപ്പോൾ ഷെഫ് സുരേഷ് പിള്ള അത് കാണുകയും അദ്ദേഹം അതിന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ വെറും ഒരു ഹോം കുക്കായ എനിക്ക് അങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരു ഫേമസ് ആയ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കമൻറ്റും അക്നോളജ്മെൻറ്റും ഒക്കെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഷ് ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഫിഷ് നിർവാന ഏത് ഫിഷ് വെച്ചും ചെയ്യാം ശരിക്കും. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് പോംഫെറ്റോ അല്ലെങ്കിൽ കിങ് ഫിഷോ വെച്ച് ചെയ്യുമ്പോഴാണ്. അതായത് കുറച്ചുകൂടി ഫ്ലഷി ആയിട്ടുള്ള, ബോൺസ് ഒത്തിരി ഇല്ലാത്ത നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷാണ് നമ്മളിതിനെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് പോംഫെറ്റ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോംഫെറ്റാണ്. ഇത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 hours സെറ്റാവാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതിലേക്ക് എല്ലാ ഉപ്പും എല്ലാ ഇൻഗ്രീഡിയൻസും ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സമയം കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കാശ്മീരി ചില്ലി, സോൾട്ട്, ടർമറിക് പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ ഒരു തരി കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഈ സമയം കൊണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഷിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത് നമ്മളുടെ കോക്കനട്ട് മിൽക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ മാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങ, നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 മുളക് സ്ലിറ്റ് ചെയ്തത്. അത് നമ്മൾ ചോപ്പ് ചെയ്യണ്ട, ജസ്റ്റ് സ്ലിറ്റ് ചെയ്താൽ മതി. കാരണം അത് കോക്കനട്ടിൽ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാത്രം ഇറങ്ങിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ഒരു ബനാന ലീഫ്. നമ്മളിത് ഉണ്ടാക്കുന്നത് ബനാന ലീഫിലാണ്. ഇപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി, ഫിഷ് മാരിനേറ്റായി. നമുക്കിനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒത്തിരി മൊരിയണ്ട, കാരണം നമ്മൾ വീണ്ടും ഈ ഫിഷ് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 2 സൈഡും ഒന്ന് നന്നായിട്ട് വെജിറ്റബിൾ ഓയിലിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒന്ന് വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷാണ് ഇനി നമ്മൾ വാഴയിലയിലോട്ട് മാറ്റിയിട്ട് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഈ ഫിഷ് നല്ലപോലെ കുക്കായി വരുന്നത്. കാരണം നമ്മൾ നേരത്തെ ഈ ഫ്രൈ ചെയ്തപ്പോൾ 2 സൈഡും ജസ്റ്റ് ഒന്ന് ബ്രൗൺ ചെയ്തേ എടുത്തിരുന്നുള്ളൂ. ഇനി ഈ ഫിഷിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് കോക്കനട്ട് മിൽക്കിൽ വാഴയിലയിൽ കിടന്ന് കുരുമുളകും മാങ്ങയും ഇഞ്ചിയും അതിൻ്റെ കൂടെ പച്ചമുളകും വേപ്പിലയും അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും കൂടി ഇറങ്ങി അതാ തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് വേവുമ്പോഴാണ് ശരിക്കും ഈ മീനിൻ്റെ നല്ല ടേസ്റ്റ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ സ്റ്റൗവിൽ പാൻ വെച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുവാണ്. ഇനി അതിലേക്ക് നമ്മൾ ഫിഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ മതി, ഒത്തിരി കുക്കാവണ്ട. അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഫിഷ് ഇപ്പോൾ അങ്ങനെ ഫ്രൈ ആയി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി അതിനെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് ബാക്കി കുക്കിംഗ് മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിൻ്റെ തന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഈ മൺചട്ടിയിലോട്ട് നമ്മളൊരു വാഴയില വയ്ക്കുക. അതിനകത്തോട്ട് ഈ മീൻ മാറ്റി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഓയിൽ ചൂടാക്കി അതിലേക്ക് വാഴയില വെച്ചിട്ടുണ്ട്. വാഴയില ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലോട്ട് മാറ്റാം. ഇനിയാണ് നമ്മൾ ഈ ഡിഷിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. അതിൽ നമ്മൾ കറി ലീവ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനി ഈ ഫിഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫിഷിലോട്ട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് അത് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും മാങ്ങയും പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് അവിടെ ഇരുന്ന് സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് ആ രുചിക്കൂട്ടിലോട്ട് ഒരു പൊടിക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫിഷ് നിർവാനയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നത് പാലപ്പമാണ്. ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷേ ഈ ഫിഷ് അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെയാണ് നല്ലൊരു കോംബോ ആയിട്ട് പോകുന്നത്. അപ്പം സ്റ്റൂ എന്നുള്ള നമ്മുടെ സ്ഥിരം നിലപാടിൽ നിന്ന് മാറി നമുക്ക് അപ്പം ഫിഷ് നിർവാനയാകാം ഈ തവണ.
അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫിഷ് നിർവാണ മൺചട്ടിയിൽ നിന്ന് ഒരു സെർവിങ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ കോംബോ ആയിട്ട് നമ്മുടെ പാലപ്പവും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നമ്മളെ അഭിപ്രായങ്ങളും കമൻസും അറിയിക്കണം. വേറൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലമായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. അടുത്ത വർഷവും ഞങ്ങളുടെ ഒരു സഹയാത്രികരായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പുതിയ എപ്പിസോഡുകളും സെഗ്മെൻറ്റുകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷം. അപ്പോൾ വളരെ കളർഫുള്ളും എൻ്റർടൈനിങ്ങുമായിരിക്കും കേരളീയം നിങ്ങളുടെ മുന്നിലെത്തുക. എന്തായാലും ഇതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. കുറേ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ടിൽ ദെൻ ഇറ്റ്സ് മീക്ക സൈനിങ് ഓഫ്.